കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഞാൻ ചർച്ചയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പാരലായിട്ട് ചർച്ച ചെയ്തു പോകുന്ന മറ്റൊരു ഭാഗമാണ് ട്രാൻസ്മിഷൻ ലൈൻസ്. നമുക്കറിയാം, ഏത് സിസ്റ്റമായാലും, കമ്മ്യൂണിക്കേഷൻ ആയാലും പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ആയാലും, സോഴ്സിൽ നിന്നും റിസീവിങ് എൻഡിലേക്ക് എനർജി അല്ലെ പവർ എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള മീഡിയമാണ് ട്രാൻസ്മിഷൻ ലൈൻസ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ ഒരു സോഴ്സ് അല്ലെ ഒരു വ്യക്തി ഒരു മെസ്സേജ് കരിയർ വേവിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് വെറുതെ സ്പേസിലോട്ടങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്താൽ പ്രത്യേകിച്ച് റിസീവറിനെ പറ്റി പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. ഇന്നാർക്കും എത്താവുന്നൊന്നുമില്ല, ആർക്കും എത്താം. അത് സ്പേസ് വേവ് അല്ലെ അൺഗൈഡഡ് വേവ് എന്ന് പറയുക. നേരെ കുറച്ച് ചാനലിൽ കൂടെ വിടുകയാണെങ്കിൽ ഒരു സോഴ്സിൽ നിന്നും ഉദ്ദേശിക്കുന്ന റിസീവറിലേക്ക് ചാനൽ വഴി വിടുകയാണെങ്കിൽ അതിനെ ഗൈഡഡ് വേവ്സ് എന്ന് വിളിക്കും. ഈ ഗൈഡഡ് വേവ്സിനപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ആവശ്യമല്ല, ട്രാൻസ്മിഷൻ ലൈൻ ആവശ്യമാണ്. ഈ ട്രാൻസ്മിഷൻ ലൈൻ പല രീതിയിലുണ്ട്. വേവ് ഗൈഡ്സ് ആയിട്ടുണ്ട്, പെയർ ഓഫ് അല്ലെ 2 കണ്ടക്ടർ ചാനൽസ് ഉണ്ട്. അത് നമുക്ക് വളരെ പരിചയമുള്ള 2 കണ്ടക്ടർ ചാനൽസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ഞാൻ 2 കണ്ടക്ടർ ചാനലിൻ്റെ ഒരു ജനറൽ തിയറി പ്രസൻറ്റ് ചെയ്യുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊന്ന് എടുക്കുന്നു. ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. വേവ് ഗൈഡ്സും ഒക്കെ വരും, അത് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ഒരു പാർട്ടായിട്ട്. മറ്റൊരു പാർട്ട് നമ്മൾ ഓൾറെഡി തുടങ്ങി, മോഡുലേഷനും മറ്റു കാര്യങ്ങളും പോകും. ഇനി ഒരു മൂന്നാമതൊരു പാർട്ട് കൂടെ ഉണ്ട്. അത് ഈ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസാണ്, ട്രാൻസിസ്റ്റർ, മറ്റുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ചാനൽസിൽ തന്നെ ട്രാൻസ്മിഷൻ ലൈൻ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഈ മൈക്രോ ലിങ്കുകളിലൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിഷൻ ലൈൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ടങ്ങ് ചർച്ച ചെയ്യും. നമുക്കിന്നിപ്പോൾ 2 കണ്ടക്ടർ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ജനറൽ തിയറി. ട്രാൻസ്മിഷൻ ലൈൻസ് 2 രീതിയിൽ ചർച്ച ചെയ്യാം. ഒന്ന് ഫീൽഡ് അപ്രോച്ച് എന്ന് പറയും. അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ലോസും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻസുമാണ് ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്തത് സർക്യൂട്ട് അപ്രോച്ച് എന്ന് പറയും. അവിടെ സർക്യൂട്ട് തിയറങ്ങൾ, സർക്യൂട്ടിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ നേരിട്ടെടുത്ത് ചർച്ച ചെയ്ത് പോവുക. ചില കേസിൽ ഓരോ അപ്രോച്ച് ഓരോ സന്ദർഭത്തിൽ ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് ആ രീതിയിൽ അത് ചർച്ച ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സർക്യൂട്ട് അപ്രോച്ച് ഉപയോഗിച്ചാണ്. ഇവിടെ 2 കണ്ടക്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്, പാരലൽ കണ്ടക്ടേഴ്സ്. ഈ ലെഫ്റ്റ് ഹാൻഡ് അതാണ് സോഴ്സ്, അവിടെയാണ് കൊടുക്കുന്നത് EM വേവ്സിൻ്റെ. വേറെ x=0, x=x ഉള്ളിടത്ത് ഒരു എലമെൻ്റ് എടുക്കുന്ന dx ലെങ്ത് ഉള്ള ഒരു എലമെൻറ്റ്. ആ എലമെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് dV എന്നിരിക്കട്ടെ. ലൈൻസ് തമ്മിലുള്ള വോൾട്ടേജ് V. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ്, ഇമ്പിഡൻസ്, സീരീസ് ഇമ്പിഡൻസ് ഓഫ് ദി ലൈൻ, അത് സീരീസ് ഇമ്പിഡൻസ് പെർ യൂണിറ്റ് ലെങ്ത്, അത് Z എന്നിരിക്കട്ടെ. അപ്പോൾ DXൻ്റെ ഇമ്പിഡൻസ്, DX എന്ന് പറയുന്ന ഇമ്പിഡൻറ്റ് എലമെൻറ്റിൻ്റെ ഇമ്പിഡൻസ് Z × DX.
ഇതുപോലെ y എന്ന് പറയുന്നത് ഷണ്ട് സസ്പെക്ട് അഡ്മിറ്റൻസ്, ഷണ്ട് അഡ്മിറ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇങ്ങനെയുള്ള അഡ്മിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. പെർ യൂണിറ്റ് ലെങ്ത് പറയുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ ആണെന്നർത്ഥം. എങ്കിൽ ഓംസ് ലോ അപ്ലൈ ചെയ്യുക. വോൾട്ടേജ് ചേഞ്ച് അല്ലെ വോൾട്ടേജ് അക്രോസ് ദി എലമെൻറ്റ് ഡി എക്സ്. ഐ ലൈൻ കറണ്ടായി എങ്കിൽ ഐ ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി വോൾട്ടേജ് പെർ യൂണിറ്റ് ലെങ്ത്. കാരണം ഇസഡ് ഈസ് ദി ഇമ്പിഡൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഐ ഇൻറ്റു ഇസഡ് ഈസ് ദി വോൾട്ടേജ് പെർ യൂണിറ്റ് ലെങ്ത്. എങ്കിൽ ഡി എക്സിൻ്റെ വോൾട്ടേജ് ഐ ഡി എസ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഡി വി ഈക്വൽസ് ഐ ഡി എസ് ഇൻറ്റു ഡി എസ്, ഓർ ഡി വി ബൈ ഡി എക്സ് ഈക്വൽസ് ഐ ഡി എസ്. ഐ ഇസഡ്. that is equation number 1. ഇതുപോലെ ചേഞ്ച് ഇൻ കറണ്ട് വി വൈ ഈസ് 1/z. y is the shunt admittance per unit length. V into y എന്ന് പറഞ്ഞാൽ കറണ്ടാ. ദറ്റ് ഈസ് നത്തിങ് ബട്ട് വി ബൈ ഇസഡ്. അപ്പോൾ പെർ യൂണിറ്റ് ലെങ്താ എങ്കിൽ ഡി എക്സ് എലമെൻറ്റിൻ്റെ കറണ്ട് ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് ഈ ഷണ്ട് വോൾട്ടേജ് ഷണ്ട് അഡ്മിറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ചേഞ്ച് ഇൻ കറണ്ട് ഡി ഐ ഈക്വൽസ് വി വൈ ഇൻ ടു ഡി എക്സ്, ഓർ ഡി ഐ ബൈ ഡി എക്സ് ഈക്വൽസ് വി വൈ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് ഒന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ അതിനൊന്ന് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് 1 and 2 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആദ്യം ഇക്വേഷൻ 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽസ് ഐ ഇസഡ് എന്ന. അപ്പോൾ ഐ ഇൻറ്റു ഡി ഇസഡ് ബൈ ഡി എക്സ് പ്ലസ് ഇസഡ് ഇൻറ്റു ഡി ഐ ബൈ ഡി എക്സ്. ഇക്വേഷൻ 2ൽ നിന്നും ഡി ഐ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വി വൈ. ഇക്വേഷൻ 2 അനുസരിച്ച് ഡി ഐ ബൈ ഡി എക്സ് ഈസ് വി വൈ. അപ്പോൾ അതിവിടെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽസ് ഐ ഡി ഇസഡ് ബൈ ഡി എക്സ് പ്ലസ് ഇസഡ് വി വൈ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇതുപോലെ സെക്കൻഡ് ഇക്വേഷൻ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡി സ്ക്വയർ ഐ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽസ് വി വൈ എന്ന വി ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇക്വേഷൻ 1 അനുസരിച്ച് ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഐ ഇസഡാണ്. അപ്പോൾ അതെടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി സ്ക്വയർ ഐ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽസ് വി ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഐ ഇസഡ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 4. ഇനി യൂണിഫോം ലൈനാണെങ്കിൽ, ഈ കണ്ടക്ടേഴ്സ് യൂണിഫോം ആണെങ്കിൽ എക്സ് മാറുമ്പം ഇസഡും വൈയും മാറില്ല. ആ ലൈൻ സിസ്റ്റം യൂണിഫോം ആണെങ്കിൽ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഇമ്പിഡൻസും അഡ്മിറ്റൻസും മാറില്ല. അപ്പോൾ നമുക്ക് ഡി ഇസഡ് ബൈ ഡി എക്സും ഡി വൈ ബൈ ഡി എക്സും 0 എന്നങ്ങ് എടുക്കാം. പോയിട്ട് ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽസ് ഇസഡ് വി വൈ, ഓർ ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഇസഡ് വൈ വി ഈക്വൽ 0. ഇതിപ്പോൾ ഒരു വേവ് ഇക്വേഷനാണ്. ടൈം ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഇസഡ്. ഇപ്പോൾ അത് ടൈം ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരു ഹാർമോണിക് മോഷൻ മനസ്സിലാകും. ഇതിപ്പോൾ പൊസിഷൻ അതിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ ഇതൊരു വേവ് ഇക്വേഷൻ തന്നെയാണ്. ഇതുപോലെ ഫോർത്ത് ഇക്വേഷൻ ഈ ടേം അങ്ങ് 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ ഐ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ ഇസഡ് ഐ ഈക്വൽ 0.
അപ്പോൾ ദീസ് ഇക്വേഷൻസ് റിസംബിൾ വേവ് ഇക്വേഷൻസ് ഇൻ വി ആൻഡ് ഐ ആൻഡ് ആർ അത് ഇനി പറയുന്ന പേര് വേവ് ഇക്വേഷൻസ് ഫോർ എ യൂണിഫോം ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ഇതാണ് യൂണിഫോം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വേവ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ്. ഇനി ഇത് ഒരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു, ഇൻഫൈനൈറ്റ് യൂണിഫോം ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ഇക്വേഷൻ 5 എന്ന് പറഞ്ഞാൽ d²v/dx² - zy v = 0. ഇതൊരു ട്രയൽ സൊല്യൂഷനായിട്ട് ഇതിൻ്റെ v = e⁻⁻x എന്നെടുക്കാം. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ dv/dx = e⁻⁻x. d² ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. d²v/dx² = e⁻⁻x. ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d² e⁻⁻x - zy e⁻⁻x = 0, from which (2) - zy = 0 or (2) = zy or gamma equals plus or minus root of zy. അപ്പോൾ ഈ ഗാമയ്ക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് പ്ലസ് റൂട്ട് യും ദി അതർ ഈസ് മൈനസ് റൂട്ട് zy. അപ്പോൾ സൊല്യൂഷനും രണ്ടെണ്ണം വരാം. e⁻+ root zyx, e⁻- root zyx. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ ഈസ് v = c1 e⁻√ zyx plus c2 e⁻−zyx. Let it be equation number 8. ഇത് നമുക്ക് വീണ്ടും ഇനി എടുക്കേണ്ട ഇക്വേഷൻസാണ്. ഇനി അതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ ഇക്വേഷൻ 8നെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ dv/dx equals c1 into root zy e⁻√ zyx മൈനസ് ഒരു ഇവിടെ മൈനസ് c2 root zy e⁻−zyx. ഇനി ഇക്വേഷൻ 1 അനുസരിച്ച് dv/dx = iz എന്നാണ്. അപ്പോൾ ഈ dv/dz this is equal to iz, from which I equals dv/dx into 1/z or 1/z into dv/dx. പിന്നെ z കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് y/z എന്ന് വരും. അത് ഡിനോമിനേറ്റർ ആക്കി എഴുതുമ്പോൾ c1/√of z/y into e⁻√ zyx minus c2/√of z/y e⁻−zyx. അല്ലെ ഇക്വേഷൻ നമ്പർ 9. Putting x = 0 in equation 8. ഇക്വേഷൻ 8ൽ x = 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ വിയുടെ വാല്യൂ v എന്നിരിക്കട്ടെ. അപ്പോൾ v = c1 + c2 എന്ന് കിട്ടും. x 0 എന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ v is the ഈ x 0 എന്ന് പറയുമ്പോൾ സോഴ്സ് എന്താ. അപ്പോൾ v is the instantaneous voltage at x = 0 on the line. ഇനി ഈ v എന്ന് പറയുന്നത് c1 + c2 ആണ്. അപ്പോൾ നമ്മൾ let us regard v as the sum of two voltages which are unequal in amplitude and vary harmonically with respect to time. Let v1 and v2 be the amplitudes of these two voltages. ഇവിടെ ശ്രദ്ധിക്കുക, c1 ഉം c2 കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞത് വിത്ത് റെഫറൻസ് എക്സ് ആണ്. പക്ഷെ അത് ടൈം മാറുമ്പോൾ മാറും. അപ്പോൾ ഇറ്റ് മേ വേരി വിത്ത് ടൈം. അപ്പോൾ v1 ഉം v2 ഉം ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ദി ടു വോൾട്ടേജസ് അറ്റ് x = 0. അപ്പോൾ c1 and c2 are constants with respect to x but may be regarded as variables with respect to time. അതുകൊണ്ട് തന്നെ നമുക്ക് c1 എന്നുള്ളത് v1 e⁻j⁻t and c2 equals v2 e⁻j⁻t എന്നങ്ങോട്ട് എഴുതാം.
അപ്പോൾ V1ഉം V2ഉം ആംപ്ലിറ്റ്യൂഡ്സ്, C1ഉം C2ഉം ഹാർമോണിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നു. e⁻j⍵t എന്ന് വരുമ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ടേമാണെന്നല്ലോ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഈ C1ഉം C2 എടുത്ത് ഇക്വേഷൻസ് 8 9 ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇക്വേഷൻ 8 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ C1ഉം C2ഉം ഇപ്പോൾ കിട്ടിയ C1ഉം C2 8 ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് V equals C1 e⁻√zyx plus C2 e⁻√zyx എന്നാണ് ഇക്വേഷൻ 8. അതിനകത്ത് C1 C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് V equals V1 e⁻j⍵t into e⁻√zyx plus V2 e⁻j⍵t into e⁻√zyx. അതുപോലെ ഇക്വേഷൻ 9 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ I equals V1 C1 by√z/y എന്നാണ്. അപ്പോൾ V1 e⁻j⍵t by√z/y into e⁻√zyx minus C2 V2 e⁻j⍵t by√z/y into e⁻√zyx. ഇത് ഇക്വേഷൻസ് 8ഉം 10ഉം 11. ഇതിൽ ഈ √z/y എന്ന് പറഞ്ഞാൽ ഗാമയാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദി ക്വാണ്ടിറ്റി √z/y ഈക്വൽസ് ഗാമ. അതിനെ പ്രോപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുക. പൊതുവെ ഇതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഗാമ ഈക്വൽസ് √z/y ഈക്വൽസ് ലെറ്റ് ഇറ്റ് ബി ആൽഫ പ്ലസ് ജെ ബീറ്റ. ആൽഫയ്ക്ക് പറയുന്ന പേര് അറ്റനുവേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് റിയൽ പാർട്ട് ആൽഫ ഈസ് കോൾഡ് അറ്റനുവേഷൻ കോൺസ്റ്റൻ്റ്. അതിൻ്റെ യൂണിറ്റ് പെർ മീറ്റർ എന്നാണ്, അല്ലെ ഡെസിബൽ പെർ മീറ്റർ. ബീറ്റയ്ക്ക് പറയുന്ന പേര് ഫേസ് കോൺസ്റ്റൻ്റ് എന്നാണ്. അങ്ങനെ e⁻ എക്സ്പോണൻറ്റിൽ വന്നിട്ടുള്ള ജെയുടെ കൂടെ വന്നിട്ടുള്ള ഫാക്ടറാണ്. ബീറ്റ ഫേസ് കോൺസ്റ്റൻറ്റ് അതിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ മീറ്റർ എന്നാണ്. ഇത് എല്ലാം അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ 10 11 എന്നിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് V equals V1 e⁻⁴x e⁻j⍵t j into ⍵t plus beta x plus V2 e⁻⁴x into e⁻j into ⍵t minus beta x എന്ന് വരും. ഇതെടുത്ത് ഇക്വേഷൻ 8 11 ഇട്ടിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. അതുപോലെ I equals V1 by√z/y e⁻⁴x into e⁻j into ⍵t plus beta x minus V2 by√z/y into e⁻⁴x e⁻j into ⍵t minus beta x. ഇതിൽ ഈ കാണുന്നത് ലെഫ്റ്റിലോട്ട് പ്രോപ്പഗേറ്റ് ചെയ്യുന്നൊരു വേവിൻ്റെ ഇക്വേഷനാണ്. ഈ ടേം റൈറ്റിലോട്ട് പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വേവിൻ്റെ ഇക്വേഷനാണ്. ഇനി ഇതിൽ V/I ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആസ് √z/y. √z/y V/I എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ആണല്ലോ. അത് നമ്മൾ Z0 എന്ന് കൊടുക്കുന്നു. കോൾഡ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഓഫ് ദി ലൈൻ എന്നാണ് പറയുക. ദാറ്റ് ഈസ് Z0 ഈക്വൽസ് √z എന്ന് പറഞ്ഞാൽ അറിയാം R + j⍵L ബൈ Y എന്ന് പറഞ്ഞാൽ G + j⍵C, where R is the resistance per unit length in ohm per meter, L is series inductance per meter per unit length, that is Henry per meter. G shunt conductance ohm raised to -1 meter raised to -1. C shunt capacitance, രണ്ട് ലൈൻസും തമ്മിലുള്ള കപ്പാസിറ്റൻസ്. ഒരു കപ്പാസിറ്റർ പോലെ ബിഹേവ് ചെയ്യുമല്ലോ. അപ്പോൾ ഫാരഡ് പെർ യൂണിറ്റ് ലെങ്ത്, ഫാരഡ് പെർ മീറ്റർ യൂണിറ്റ്. ലോസ്ലെസ് ലൈനാണെങ്കിൽ, പെർഫെക്റ്റ് ലൈനാണെങ്കിൽ, ഒരു ലോസും ഇല്ലെങ്കിൽ, ആറും ഓമിക് റെസിസ്റ്റൻസും ജിയും ഒക്കെ 0 വരും. ഹൈ ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ ⍵L വിൽ ബി മച്ച് ലെസ്
ഗ്രേറ്റർ ദാൻ ആർ. ഹൈ ഫ്രീക്വൻസി സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ ഒമേഗ എൽ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ഫ്രീക്വൻസി ആർ. ഒമേഗ എൽ വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ ഓമിക് റെസിസ്റ്റൻസ് ആർ. അതുപോലെ ഒമേഗ സി വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ ജി. ആ കണ്ടീഷനിലും ഒക്കെ ഇത് രണ്ടും നെഗ്ലക്റ്റ് ചെയ്യാം. പോയിട്ട് Z0 equals root of omega L by j omega L by j omega C, or Z0 equals root of L by C. ഇതിൽ കൂടുതൽ അടുത്ത പോസ്റ്റിങ്സ് നമുക്ക് കണ്ടിന്യൂവേഷൻ കാണാം. താങ്ക് യു.